പ്രകടമായിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് ഞമ്മക്കും തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ ഓരും പറയുന്നുണ്ട് നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തെങ്കിലും എന്താ ചെയ്യണെന്ന് ഒരു ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മുഖത്തിനാണെങ്കിൽ മുഖത്തിന്റെ എക്സസൈസ് നല്ലതായിട്ട് ശരിയായിട്ടുണ്ട്. കാരണം എനിക്ക് മുഖം കൂടുതലുള്ള ഒരു ടൈപ്പ് ആയിരുന്നു എന്റെ മുഖം. അതിൽ മാറ്റം വന്നാണ്. പിന്നെ നമ്മൾ ഷേപ്പിന്റെ അവിടെ കയ്യിന്റെ ഹാൻഡില് അവിടെ ഒക്കെ നല്ല തടിയുള്ള ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ട്. ചുരിദാറൊക്കെ ഇടുമ്പോ ആദ്യത്തെ ഒരു അളവും ഇപ്പത്തെ അളവും വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. വെയിറ്റ് ആണെങ്കിലും വെയിറ്റിലേറെ എനിക്ക് തോന്നുന്നത് ബോഡിയിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നന്നായിട്ട് തോന്നുന്നുണ്ട്. അതിലേറെ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴാണ് നമ്മളെ മാറ്റം അറിയാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് മടിയില്ലാതെ ആദ്യമൊക്കെ ഒരു മടി പുതച്ചിട്ടിട്ടൊക്കെയാണ് ഷാള് നമ്മൾ പോവുക. ഇപ്പോ അതിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ തന്നെ മെലിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ആരുടെ മുന്നിലും ഏത് ഡ്രസ്സ് ഇട്ട് പോവാന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ തടി കുറഞ്ഞു വന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് തോന്നണുണ്ട് എല്ലാ ഡ്രസ്സുമ്മലും. മറ്റത് നമുക്ക് ചേരുവോ, നമ്മൾ നല്ല തടിയല്ലേ, ഇതെനിക്ക് പറ്റുമോ, അങ്ങനൊക്കെ ഒരു ടെൻഷനിലാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ വരുന്നൊരു ഇത് അതായിരുന്നു. ഇപ്പൊ അതിന്നൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. നമസ്കാരം, ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ കമ്പനിയിൽ വന്നതിന് ശേഷം 3-4 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് നല്ല റിസൾട്ട് കിട്ടിയ മലപ്പുറം ജില്ലയിലെ പൂങ്ങോടിനടുത്തുള്ള നസീറ മാഡത്തുമായി സംസാരിക്കുന്നത്. നസീറ മാഡം, താങ്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാൻ പറ്റുമോ? ഞങ്ങള് കുടുംബം എന്ന് പറഞ്ഞാല് എനിക്ക് ഭാര്യയും ഭർത്താവും ഞങ്ങള് 4 മക്കളുമാണ്. മക്കളൊക്കെ വലിയവരായി. 28 വയസ്സുള്ള മോളുണ്ട് എനിക്ക് ഏജ് 47 ആയി. അത്യാവശ്യം വെയിറ്റ് ഒക്കെ നല്ല ഉള്ള കുടുംബം തന്നെയാണ് ഞങ്ങള്. പിന്നെ ഉമ്മ ഇപ്പൊക്കെ ആണെങ്കിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആ ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ ഇപ്പോ അതൊന്നും വന്നിട്ടില്ല ജീവിതത്തില്. ഇപ്പൊ ആദ്യം അസുഖമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ വെയിറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് കണ്ടത് യൂട്യൂബില്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാന് തീരുമാനിച്ചു. ഇനിയിപ്പോ മക്കളാണേലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള മക്കൾ തന്നെയാണ്. ഒക്കെ 60 ഒക്കെ ഉണ്ട്. ചെറിയ മോളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഓളും ഇതില് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു മാസത്തോളം ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ മാഡം, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ശാരീരിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ കയ്യിന് കാലിന് വേദനകളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ നമ്മൾ ഭാരമുള്ളതൊക്കെ പൊക്കി കഴിഞ്ഞാല് ഊരവേദന, അങ്ങനത്തെ പല പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പൊ മെഡിസിനും കുറച്ചു, വേദനകളൊക്കെ കുറഞ്ഞു, ശരീരത്തിന് തന്നെ ഒരു അയവ് വന്നു. മറ്റത് ഒക്കെ ഒരു ബലമായിട്ടായിരുന്നു. കയ്യിനാണെങ്കിലും കാലിനാണെങ്കിലും വിരലുകളൊക്കെ മടക്കി പിടിക്കുമ്പോ നമുക്ക് നല്ല നീരുള്ള പോലെയൊക്കെ ആയിരുന്നു. ഒരയവ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിന് വന്നതിന് ശേഷം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തീർന്നു തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. ഷുഗറും പ്രഷറും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വേദനകൾ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 4 മാസത്തെ എക്സസൈസിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രകടമായിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് ഞമ്മക്കും തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ ഓരും പറയുന്നുണ്ട് നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തെങ്കിലും എന്താ ചെയ്യണെന്ന് ഒരു ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മുഖത്തിനാണെങ്കിൽ മുഖത്തിന്റെ എക്സസൈസ് നല്ലതായിട്ട് ശരിയായിട്ടുണ്ട്. കാരണം എനിക്ക് മുഖം കൂടുതലുള്ള ഒരു ടൈപ്പ് ആയിരുന്നു എന്റെ മുഖം. അതിൽ മാറ്റം വന്നാണ്. പിന്നെ നമ്മൾ ഷേപ്പിന്റെ അവിടെ കയ്യിന്റെ ഹാൻഡില് അവിടെ ഒക്കെ നല്ല തടിയുള്ള ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ട്. ചുരിദാറൊക്കെ ഇടുമ്പോ ആദ്യത്തെ ഒരു അളവും ഇപ്പത്തെ അളവും വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. വെയിറ്റ് ആണെങ്കിലും വെയിറ്റിലേറെ എനിക്ക് തോന്നുന്നത് ബോഡിയിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നന്നായിട്ട് തോന്നുന്നുണ്ട്. അതിലേറെ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴാണ് നമ്മളെ മാറ്റം അറിയാൻ കഴിയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷം നിങ്ങളെ ഡ്രസ്സിങ്ങിന്റെ കോൺഫിഡൻസ് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് മടിയില്ലാതെ ആദ്യമൊക്കെ ഒരു മടി പുതച്ചിട്ടിട്ടൊക്കെയാണ് ഷാള് നമ്മൾ പോവുക. ഇപ്പോ അതിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ തന്നെ മെലിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ആരുടെ മുന്നിലും ഏത് ഡ്രസ്സ് ഇട്ട് പോവാന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ തടി കുറഞ്ഞു വന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് തോന്നണുണ്ട് എല്ലാ ഡ്രസ്സുമ്മലും. മറ്റത് നമുക്ക് ചേരുവോ, നമ്മൾ നല്ല തടിയല്ലേ, ഇതെനിക്ക് പറ്റുമോ, അങ്ങനൊക്കെ ഒരു ടെൻഷനിലാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ വരുന്നൊരു ഇത് അതായിരുന്നു.
ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകൾ രാവിലെ ബാച്ച് ഉണ്ട്, വൈകുന്നേരം ബാച്ച് ഉണ്ട്. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് സമയം ഏതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് വൈകുന്നേരത്തതാണ്. മക്കളൊക്കെ സ്കൂളിൽ പോണ കാരണം, മദ്രസൊക്കെ ഉള്ളത് കാരണം എനിക്ക് സൂട്ടായിട്ട്. എല്ലാ അമ്മമാർക്കും എങ്ങനെയെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സാധാരണ സ്റ്റാർട്ടിങ്ങിൽ ഒരു മെന്ററിങ് കൊടുക്കാറുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. ഈ മെന്ററിങ്, ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എത്രത്തോളം നിങ്ങളെ എക്സസൈസ് ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്? മോട്ടിങ് ആണ്. ആ ക്ലാസ്സിലാണ് നമുക്ക് ചേരണം എന്നുള്ളൊരു ഇത്. ആ ഒരാഴ്ചത്തെ മെന്റർ ക്ലാസ്സിൽ ചേരുമല്ലോ നമ്മള്. അപ്പോ ആദ്യമൊക്കെ ഇങ്ങനെ നമ്മൾ തോന്നും ഇതിക്കൊക്കെ ചേരണോ, ഇത് കഴിയോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആ 7 ദിവസത്തെ ക്ലാസ്സും ആ എക്സസൈസും കൂടെ വന്നപ്പോ എന്തായാലും എനിക്ക് പറ്റും, മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോന്നലും ഇതൊക്കെ വന്നത്. അതിന് നല്ല മാറ്റാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അപേക്ഷിച്ച് കേൾക്കുമ്പോഴും അതൊക്കെ നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം കൊണ്ടും. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? നിങ്ങളെ കാണുമ്പോൾ ഫാമിലി ഫ്രണ്ട്സ് എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ? അതെല്ലാരും പറയുന്നുണ്ട്. വീട്ടിലാണെങ്കിലും നമ്മള് ഫോട്ടോ ചിലപ്പോ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോ, അധികം സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് മടി ഉണ്ടാവും, തടി കൂടുതലാണ്. ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വെക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് എല്ലാരും എന്താ ചെയ്യണത്, എത്ര മണിക്ക് ചെയ്യും, എത്ര മണിക്കൂറുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോ. നമ്മള് വീട്ടിലെല്ലാവരും പറയാൻ തുടങ്ങി ഇപ്പൊ മക്കളെങ്കിലും ഇപ്പൊ കുറഞ്ഞു എന്നുള്ളത് മക്കളൊക്കെ തന്നെ നമ്മളടുത്ത് പറയും. ചില സമയത്തൊക്കെ ഒരു പറയുമ്പോ ഡ്രസ്സ് ഈ ഡ്രസ്സ് നല്ല കുറഞ്ഞതായിട്ട് തോന്നി. നമുക്ക് പല ഡ്രസ്സ് ഇടുമ്പോൾ പല പോലെയാണല്ലോ തോന്നുക. ചില ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ നന്നായിട്ട് വയറിന്റെ അവിടെയൊക്കെ പറ്റ കുറഞ്ഞ പോലെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല മാറ്റം തന്നെയാണ് എന്നെ അപേക്ഷിച്ച്. ഓക്കെ, നിങ്ങളെ ഇത് തടി കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാർ ഈ വീഡിയോ കേൾക്കുന്നുണ്ട്. അവർക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? അവർക്ക് നൽകാനെന്ന് പറഞ്ഞാൽ ഞമ്മക്കും വേണ്ടി ജീവിക്കുക. ഇനി കുറെ മക്കളെയും കുട്ടികളെയും കാര്യം നോക്കിങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞാല് ലാസ്റ്റ് നമ്മള് ശരീരം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവും. കാലൊക്കെ പൊക്കാനും ഇരിക്കാനും സ്വയം വയ്യാത്തവരായിട്ട് നമ്മൾ മാറും. അപ്പോ ഉള്ള ടൈം നമ്മളെ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് സമയമെങ്കിലും ഫാമിലിക്കും മക്കൾക്കും മാത്രമായിട്ട് കൊടുക്കാതെ ഇങ്ങനത്തെ ഒരു അരമണിക്കൂർ രാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. വയസ്സ് കൂടുന്തോറും നമുക്ക് അസുഖത്തുനിന്നാണെങ്കിലും, ഇനി സൗന്ദര്യം മാത്രം പോരല്ലോ, അസുഖമാണെങ്കിലും തന്നെ വേറുള്ളതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാനും ഇതിനൊക്കെ കഴിയണവരും എല്ലാവരും ഇതിൽ തന്നെ ജോയിൻ ചെയ്ത്, ഇതിൽ നല്ല ഏത് അക്കാദമിയിലാണെങ്കിലും ജോയിൻ ചെയ്ത് എക്സസൈസ് നമ്മളെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ നസീറ മാഡം, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുമായി സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.